Watch India's largest kids library only on Jio Hotstar. Download the app now. പത്ലു, ഈ ട്രക്ക് ഡ്രൈവറിന്റെ ജോലിയൊക്കെ എത്ര നല്ലതാ അല്ലേ? ജോലിക്ക് ജോലിയുമായി പൈസയുടെ കൂട്ടത്തിൽ നാട് മുഴുവൻ കറങ്ങി നടക്കുകയും ചെയ്യാം. നല്ല നല്ല ഭക്ഷണങ്ങളും കഴിക്കാം അല്ലേ പത്ലു? ആ, അത് ശരിയാണ്. എന്നാ പിന്നെ നമുക്കും സ്വന്തമായൊരു ട്രാൻസ്പോർട്ട് ബിസിനസ് തുടങ്ങിയാലോ? ഒരു ലോൺ എടുത്തിട്ട് നമുക്കൊരു ട്രക്ക് വാങ്ങാം. പ്രോഫിറ്റ് കിട്ടുമ്പോ നമുക്കത് അടച്ചു തീർക്കാം. നമ്മൾ തുടങ്ങുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് ബിസിനസ്. ചിങ്കം സാറേ, നിങ്ങളുടെ ആ കൈ കൊണ്ട് ഈ ട്രാൻസ്പോർട്ട് കമ്പനി ഒന്ന് ഉദ്ഘാടനം ചെയ്യൂ. എന്റെ അമ്മോ, പൊട്ടിക്കാം. ഇല്ല, ബൈ ബൈ, ഹാപ്പി ജേർണി. എന്റെ അമ്മോ, വേണ്ട 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 വേണ്ട. ഞാൻ എപ്പോ നിങ്ങളുടെ ബിസിനസ് ഉദ്ഘാടനം ചെയ്താലും എന്തേലും ഒരു പ്രശ്നത്തിൽ കുടുങ്ങാണ്. ഞാൻ ഇവിടെ പുറകെ നിന്ന് തന്നെ ബ്ലെസ്സിങ്സ് ചെയ്തോളാം. സിംഗ് 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 ബ്ലെസ്സിങ്സ്. ശരി ശരി ശരി, ഞാൻ തന്നെ ഇന്ന് റിബൺ മുറിച്ച് ഉദ്ഘാടനം ചെയ്തേക്കാം. ഉദ്ഘാടനം ഓക്കെ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ ട്രക്ക് ആദ്യമായിട്ട് കന്യാകുമാരിയെ നോക്കി പോവുകയാണ്. അതെ, എന്റെ അമ്മോ, എന്താണത്? ഞാൻ മോട്ടുപത്ലിന്റെ ബിസിനസ് ഉദ്ഘാടനം ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്തേലും ഒരു പ്രശ്നത്തിൽ കൊടുങ്ങാണല്ലോ. എന്ത് മനോഹരമാണെന്ന് നോക്കിയേ. അങ്ങോട്ട് നോക്ക്, നമ്മുടെ നാട്ടിലെ കർഷകർ കൃഷി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ദേശത്തിന്റെ മനോഹരമായ കാഴ്ച. എന്ത് രസമാണ് കാണാനല്ലേ? നിങ്ങൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയതായിരുന്നു. 5 കിലോമീറ്റർ ആയിട്ട് ഞങ്ങളെ സഹായത്തിന് വേണ്ടി ഒച്ച വെച്ചോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളാണെങ്കിൽ ഒരു മാരാകെ പോലെ വന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അല്ല, ഇതൊക്കെ ഞങ്ങളുടെ കടമയല്ലേ? എല്ലാം മുകളിലുള്ളവന്റെ തീരുമാനമാണ്. ഓക്കെ, ബൈ, സീ യു. കാറിന്റെ ബ്രേക്ക് ശരിയാക്കിയിട്ട് പോയാ മതി. ബൈ. കേട്ടില്ലേ പത്ലു, എന്ത് മനോഹരമായ ശബ്ദമാണ് കേട്ടോണ്ടിരിക്കുന്നതെന്ന്. അത് എവിടുന്നാ വരുന്നത്? എന്റെ മോട്ടു മനോഹരമായ ശബ്ദത്തിന്റെ പുറകെ പോകണ്ട. ഇപ്പോ എത്രയും പെട്ടെന്ന് ഈ കാടിന് പുറത്ത് കടക്കാനുള്ള വഴി നോക്കാം. ഇപ്പോ വേണ്ട, ഈ കാട്ടിൽ ഈ സമയത്തൊന്നും നിൽക്കണ്ട, റിസ്ക് ആണ്. ഓ, നീ പറഞ്ഞതുപോലെ തന്നെ നടന്നു മോട്ടു. ഇന്ന് രാത്രി മുഴുവനും ആ മനോഹരമായ ശബ്ദത്തിന്റെ പുറകെ പോണ്ടി വരുമെന്നാ തോന്നുന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കുഴപ്പമില്ല പത്ലു, കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ തന്നെ ചെക്ക് ചെയ്ത് പറയാം പ്രോബ്ലം എന്താണെന്ന്. ഡോണ്ട് ഫിയർ വെൻ മോട്ടു ഈസ് ഹിയർ. എന്റെ മോട്ടു ചിങ്കം സാറിന്റെ ഡയലോഗ് പറയുന്നത് നിർത്ത്. വേഗം ഇറങ്ങി ചെക്ക് ചെയ്യേ. പത്ലു, ആ വലിയ സ്പാനർ ഒന്നിങ്ങോട്ട് എടുത്തേ. അല്ലെങ്കിൽ വേണ്ട, ചെറുതായിക്കോട്ടെ. അല്ലെങ്കിൽ വലുതേനെ എടുത്തോളൂ. അല്ല, ഇതല്ല, ആ തടിച്ചത്. എന്റെ മോട്ടു, എന്താ നീ പറയുന്നത്? ചെറുത്, തടിച്ചത്, മെലിഞ്ഞതെന്ന്. വേഗം ഇത് ശരിയാക്കാൻ നോക്ക്. പത്ലു, ആ 10ാം നമ്പർ സ്പാനർ ഒന്നിങ്ങടുത്തേ. ആ
എടുത്തതെന്ന് നീ? ഞാൻ ഇതല്ല ചോദിച്ചത്, വേഗത്തിൽ എടുത്തതാ. ഇപ്പോഴൊക്കെ ശരിയായെന്നാ തോന്നുന്നത്. ഇനി ആ ഓയിൽ ഡബ്ബ ഇങ്ങെടുത്തേ. താങ്ക് യു ബദ്ലു, താങ്ക് യു. ബദ്ലു, നീ അകത്ത് വന്നിരിക്കുവാണല്ലേ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്റെ പുറകിൽ കടുവയുള്ള കാര്യം? എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, കാരണം പേടി കൊണ്ട് ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. ശബ്ദം പുറത്തു വന്നില്ല അത്രേ. എന്റെ മോട്ടോ ഒന്ന് നിർത്ത്. ഈ ട്രക്ക് ഡ്രൈവറിന്റെ ഐഡിയ തന്നെ നിന്റെ ഐഡിയ അല്ലേ? നാട് മുഴുവനും കാണാന്നും എല്ലായിടത്തും ഭക്ഷണം കഴിക്കാന്നും. ഇപ്പൊ നീ റെഡി ആയിക്കോ, ടൈഗറിനുള്ള ഭക്ഷണം. നീ വിഷമിക്കണ്ടെന്നേ. ടൈഗറേട്ടാ, എന്നോട് ക്ഷമിക്ക്, എന്നെ ഒന്നും ചെയ്യരുത്. ബദ്ലു, നീ എവിടെയാ? മോട്ടു, ഞാൻ ഇവിടെയുണ്ട്, അകത്ത്. അല്ല, നീ അകത്തേക്ക് എപ്പോഴാ പോയത്? ആരെങ്കിലും രക്ഷിക്കണേ. മോട്ടു, മേലേക്ക് വാ, കടുവ പോയി കഴിഞ്ഞു. എന്ത്? കടുവ പോയെന്നോ? പക്ഷെ ആ കടുവ എങ്ങോട്ടാ പോയത്? നേരം വെളുത്തപ്പോ അതിന്റെ വാച്ചിൽ അത് സമയം നോക്കിയിരുന്നു, എന്നിട്ടത് പോവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് അതിന് നൈറ്റ് ഡ്യൂട്ടിയാന്നാ. എന്റെ മോട്ടു, നീ വേഗം പോകാൻ തയ്യാറാക. ബദ്ലു, ഇനി സ്റ്റാർട്ട് ചെയ്തോളൂ. വേഗത്തിൽ സ്റ്റാർട്ട് എന്നെയും കേട്ടിട്ട് പോടാ ബദ്ലു. എന്റെ ബദ്ലു, വണ്ടി നിർത്ത്, ഞാൻ കേറിയിട്ടില്ല. മോട്ടു ബ്രേക്ക് പിടിക്കുന്നില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ബ്രേക്ക് പിടിക്കുന്നില്ലെന്നോ? എന്റെ കയ്യിൽ എന്താ ഉള്ളത്? യോ, ഇത് ബ്രേക്ക് ആണല്ലോ. എന്റെ ബദ്ലു, നിക്കേ. ബദ്ലു. മോട്ടു, ഇന്നാ സമൂസ പിടിക്കാൻ പണി തുടങ്ങ്. നാട്ടുകാരെ, ഓടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഓടിക്കോ. എല്ലാവരും അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. ഈ ബാഗുകളിൽ വന്ന് നിറയ്ക്കുക, അല്ലെങ്കിൽ അയ്യോ, രക്ഷിക്കണേ. ഓടിക്കോ. അയ്യോ, രക്ഷിക്കണേ. മാറിക്കോ. ഓടിക്കോ. എനിക്ക് തോന്നുന്നു ട്രക്കില് കമാൻഡോസ് വന്നിട്ടുണ്ടെന്ന്. ജീവനുണ്ടെങ്കിലേ വല്ലതും ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, ഓടി രക്ഷപ്പെട്ടോ. ഇനി ഞങ്ങൾ ഈ പരിപാടിക്കില്ല. സത്യം, സത്യം. അയ്യോ, അയ്യോ, ഓടിക്കോ. രക്ഷിക്കണേ. രക്ഷിക്കണേ, രക്ഷിക്കണേ. ഓടിക്കോ. ഓടിക്കോ. അയ്യോ, രക്ഷപ്പെടാൻ നോക്ക്. ഓടി രക്ഷപ്പെട്ടോ. ബദ്ലു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും ദൂരം ഓടിയിട്ടില്ല.
ഇത്രയും വിഷമിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ ഓട്ടത്തിൽ എന്റെ 10 കിലോ വെയിറ്റ് കുറഞ്ഞെന്നാണ്. നീ അതൊക്കെ വിട്ടേക്ക്, മുന്നിലേക്ക് നോക്ക്. നമ്മുടെ അടുത്തേക്ക് ഭയങ്കര ദേഷ്യത്തിൽ കുറെ പേര് വരുന്നുണ്ട്. എന്റെ ദൈവമേ, രക്ഷിക്ക്. സുഹൃത്ത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ നന്ദി. നിങ്ങൾ ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്തി. ആ കൊള്ളക്കാർ എന്നും ഞങ്ങളെ ശല്യപ്പെടുത്തുമായിരുന്നു. ഇനി അവര് മേലാൽ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഹേയ്, കുഴപ്പമില്ലെന്നേ. ഇതൊക്കെ ഞങ്ങളുടെ ഒരു കടമയല്ലേ. ആ, ഞങ്ങളുടെ ട്രക്കിന്റെ ബ്രേക്ക് പോയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതാ. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ഇത്ര സഹായിച്ചില്ലേ? നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എവിടെയാ പോകണ്ടേ? ഞങ്ങള് നിങ്ങളെ അവിടെ സ്വയം കൊണ്ട് എത്തിക്കാം. പറയൂ. ഞങ്ങള് കന്യാകുമാരിയിലോട്ട് പോവുക. കന്യാകുമാരിയോ? അവിടെ ഏത് ഗ്രാമത്തിൽ? കോലംപോലി. കോലംപോലിയിൽ ആരെ കാണാനാ? ആ, അത് പിന്നെ വിശ്വകർമ്മ നായരെ കാണാനാ. എന്നാ പിന്നെ നിങ്ങൾ കറക്റ്റ് സ്ഥലത്താ എത്തിയിരിക്കണേ. ഇതാണ് കോലംപോലി ഗ്രാമം. ഞാനാണ് നിങ്ങൾ നേടുന്ന വിശ്വകർമ്മ. പറയൂ, എന്നെ മീറ്റ് ചെയ്യൂ. പൊളിച്ചേ, നമ്മുടെ ബിസിനസിന്റെ ആദ്യത്തെ ഡെലിവറി. അപ്പൊ ഞാൻ ഇത്രയും ദൂരം ഓടിക്കൊണ്ടാണോ വന്നത്? എന്റെ മോട്ടു, ഇത് വിഷമിക്കാനുള്ള സമയമല്ല, സന്തോഷിക്കാനുള്ള സമയമാണ്. ഇപ്പോ ഇവിടെ വെച്ച് ഈ ട്രാൻസ്പോർട്ടിന്റെ ബിസിനസ് അവസാനിപ്പിക്കുന്നു. നീ ശരിയാണ് പറഞ്ഞത്, വളരെ ശരി. പൊളിച്ചേ, ഇനി ഒരു പേടിയുമില്ലെന്നേ. Watch India's largest kids library only on Geo Hotstar. Download the app now.